കഴിഞ്ഞ ദിവസം മോദിയെ കണ്ട ശേഷം പുറത്തു വന്നിട്ടുള്ള ഈ വിധി ജെന്യുവിൻ ആണെങ്കിൽ കൂടി മോദിക്ക് അനുകൂലമായ വിധി എന്ന നിലയ്ക്ക് മനുഷ്യർ അതിനെ സംശയിച്ചു തുടങ്ങും. അത് ഭയങ്കരമായ കുഴപ്പമാണ്. മോദി ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നതിനെപ്പറ്റി പറയാൻ നമ്മളാളില്ല, അത് പറഞ്ഞാൽ മടുക്കും. നമ്മൾ CJIയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല. ഗണേശോത്സവത്തിൻ്റെ ഭാഗമായിട്ടോ ഗണേശ പൂജയുടെ ഭാഗമായിട്ടോ മറ്റാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നത് എന്തിനാണെന്നുള്ള സത്യത്തിൽ പ്രസക്തമായ ഒരു കാര്യമേ അല്ല. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ചടങ്ങിന് വിളിച്ചോ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ ചടങ്ങിന് വിളിച്ചോ, അല്ലെങ്കിൽ മകളുടെ വിവാഹത്തിന് വിളിച്ചോ, അങ്ങനെയല്ല. വ്യക്തിപരമായ ഒരു കാര്യത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പ്രധാനമന്ത്രി കാണുന്നു. പ്രധാനമന്ത്രി മാത്രം സ്പെഷ്യൽ ഇൻവൈറ്റ് ആയിട്ട്, എല്ലാവരെയും കൂടി വിളിക്കുന്നതല്ല. ആ പ്രധാനമന്ത്രി മാത്രമായി വരുന്നു, അവിടെ അവർ മാത്രമായി വളരെ ക്ലോസ്ഡ് ആയ ഒരു സ്ഥലത്ത് കുറച്ച് സമയം ചെലവഴിക്കുന്നു, പിരിഞ്ഞു പോകുന്നു എന്നത് ഒട്ടും നല്ല സന്ദേശം കൊടുക്കുന്ന ഒരു കാര്യമല്ല. വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇന്നിപ്പോൾ ശിവസേന പറയുകയാണ്, ഞങ്ങളുടെ കേസ് താങ്കളുടെ ബെഞ്ചിലിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കേസിൽ ആരാണ് യഥാർത്ഥ ശിവസേന എന്നതാണ് കേസ്. ആ കേസിൽ ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പരിശോധിക്കുമ്പോൾ ഉദ്ധവ് താക്കറയുടെ ശിവസേനയ്ക്കെതിരാണ് മോദിയുടെ രാഷ്ട്രീയമെന്ന് നമുക്കറിയാം. കോടതി പരിശോധിച്ചു, നീതിയുക്തമായ എല്ലാം നോക്കിയിട്ട് കോടതി പറയുകയാണ് ഉദ്ധവ് താക്കറയ്ക്കെതിരായ വിധി പറയുന്നു എന്ന് കരുതുക. വളരെ ജെന്യുവിനായ വിധി. ഈ രാജ്യത്തെ ആളുകളിൽ എത്ര പേർ അതിൽ വിശ്വസിക്കും? കഴിഞ്ഞ ദിവസം മോദിയെ കണ്ട ശേഷം പുറത്തു വന്നിട്ടുള്ള ഈ വിധി ജെന്യുവിൻ ആണെങ്കിൽ കൂടി മോദിക്ക് അനുകൂലമായ വിധി എന്ന നിലയ്ക്ക് മനുഷ്യർ അതിനെ സംശയിച്ചു തുടങ്ങും. അത് ഭയങ്കരമായ കുഴപ്പമാണ്. അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസ്, അദ്ദേഹത്തിൻ്റെ ജാമ്യഹർജി ഈ സുപ്രീം കോടതിയുടെ മുമ്പിലിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസെല്ലാം പരിശോധിച്ചു, ജാമ്യം കൊടുക്കാൻ പറ്റാത്തതാണ്, ഇല്ല എന്ന് പറഞ്ഞു. ആളുകൾ അതിനെ ജെന്യുവിനായി എടുക്കുന്നു. നരേന്ദ്രമോദിയെ കണ്ട ശേഷം അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു എന്ന നിലയ്ക്ക് ഒരു നരേറ്റീവ് രൂപപ്പെടുകയും ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്യും. അത്തരം ഒരു അപകടകരമായ സാഹചര്യത്തെ ഒഴിവാക്കാനുള്ള പരമമായ ബാധ്യത സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചടങ്ങ് നടത്തും, അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ചടങ്ങ് നടത്താനോ വിശ്വസിക്കാനോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ചടങ്ങ് നടത്താനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, നരേന്ദ്രമോദിക്കുണ്ട് പേഴ്സണൽ. പക്ഷേ അവർ രണ്ടുപേരും കൂടി കൂടിക്കാഴ്ച നടത്തുകയും അതിൻ്റെ വീഡിയോ എടുക്കുകയും ആ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എല്ലാ അർത്ഥത്തിലും ജുഡീഷ്യറിയുടെ നമ്മൾ കാണുന്ന പവിത്രമായ ഒരുതരം സുതാര്യതയുണ്ട്. അതിന് മങ്ങലേൽപ്പിക്കുന്നതായി പോയെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്ത കാര്യവുമാണ്. ഈ സമീപകാലത്ത് വന്നിട്ടുള്ള പല വിധികളും, ഒരു വിധി വന്നപ്പോഴാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട CPI നേതാവ് സമീപകാല ഇന്ത്യയിൽ ഇങ്ങനെ ഒരു മറിച്ചൊരു വിധി വരുമ്പോൾ നിഷ്കളങ്കരെന്ന് ചോദിച്ചത്. അത് കേരളത്തിൽ ഭയങ്കരമായി ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യപ്പെട്ടത്? ആ സമീപകാല ഇന്ത്യയിൽ അല്ലെങ്കിൽ സമകാലിക ഇന്ത്യയിലെ കോടതികളിൽ നിന്ന് വരാൻ പോകുന്നത് നീതിയെയും ന്യായത്തെയും മുൻനിർത്തിയുള്ള തീർപ്പുകളല്ല, അതിനപ്പുറത്ത് എന്തൊക്കെയോ തരത്തിലുള്ള സമവായങ്ങളാണ് എന്ന ചോദ്യം. അല്ലെങ്കിൽ 1991 ആരാധനാലയ നിയമപ്രകാരം പുതിയ ഒരു ആരാധനാലയത്തിന് മേലും ആർക്കും ഒരു ക്ലെയിം ഉന്നയിക്കാൻ പറ്റില്ല നിയമമുള്ളപ്പോൾ ഇവിടെ പുതിയ ക്ലെയിമുകളുമായി വരികയും പരമോന്നത നീതിപീഠം തന്നെ അതിനെ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ സംശയിക്കുകയാണ്. അപ്പോൾ ആ സംശയത്തിന് ബലം കൂട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഉണ്ടായത് എന്ന് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. ഇന്ദിരാ ജയ്സിംഗിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യം മോദിയോടുള്ള വിരോധമൊന്നുമല്ല. നിയമരംഗത്ത് തന്നെയുള്ള വളരെ മുതിർന്ന ആളുകൾ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുകയും നിരാശയും ഞെട്ടലും രേഖപ്പെടുത്തുന്നുണ്ട്. മോദി ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നതിനെപ്പറ്റി പറയാൻ നമ്മളാളില്ല, അത് പറഞ്ഞാൽ മടുക്കും. നമ്മൾ CJIയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല.